ഹലോ ഡേസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ MA സോഷ്യോളജി പേപ്പറായിട്ടുള്ള സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന പേപ്പറിലെ ബ്ലോക്ക് 2-ലെ ഫസ്റ്റ് യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബ്ലോക്ക് 2 പ്രധാനമായിട്ടും കുറച്ച് തിയറീസാണ് വരുന്നത്. പെർസ്പെക്റ്റീവ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെൻറ്റ് എന്ന പേരിൽ മോഡേണൈസേഷൻ തിയറി, അണ്ടർ ഡെവലപ്മെൻറ്റ് തിയറി, വേൾഡ് സിസ്റ്റം തിയറി, ആൾട്ടർനേറ്റീവ് ഡെവലപ്മെൻറ്റ്, ഇത്തരത്തിലുള്ള തിയറീസാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അതിൽ യൂണിറ്റ് 1-ലെ മോഡേണൈസേഷൻ തിയറിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും മോഡേണൈസേഷൻ തിയറി, റോസ്റ്റോസ് സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, അതായത് റോസ്റ്റോയുടെ സാമ്പത്തിക വളർച്ചയുടെ ഘട്ടങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുക. ഈ തിയറിയുടെ മലയാളം അതാണ്. ഇതിൽ ആദ്യമായിട്ട് എന്താണ് ആധുനികവൽക്കരണ സിദ്ധാന്തം എന്ന് നോക്കാം. ആധുനികവൽക്കരണ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ, അതായത് മോഡേണൈസേഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമൂഹങ്ങളെ എങ്ങനെ പരിണമിക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു എന്ന് പരിശോധിക്കുന്ന ഒരു സിദ്ധാന്തമാണ് മോഡേണൈസേഷൻ തിയറി. ഇതനുസരിച്ച് എന്താണ്, നമ്മുടെ പരമ്പരാഗതവും ആധുനികമല്ലാത്തതുമായ സമൂഹങ്ങൾ ക്രമേണ ആധുനിക വ്യവസായ സമൂഹങ്ങളായിട്ട് മാറുകയാണ് ഈ ഒരു മോഡേണൈസേഷൻ തിയറി അനുസരിച്ച് വരുന്നത്. പ്രത്യേകിച്ച് ആധുനികവൽക്കരണ സിദ്ധാന്തം അനുസരിച്ച് എല്ലാ സമൂഹങ്ങളും ഒരേ പാതയിലൂടെയാണ് പുരോഗമിക്കുന്നത് എന്നാണ് പറയുന്നത്. വൻതോതിലുള്ള നഗരവൽക്കരണം, വ്യവസായവൽക്കരണം എന്നിവ ഇതിൻ്റെ പ്രധാന സവിശേഷതകളാണ്. ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 1950-കളിൽ രാജ്യങ്ങൾ കൊളോണിയൽ ഭരണത്തിൽ നിന്നും സ്വതന്ത്രം നേടിയ കാലഘട്ടത്തിലാണ് ഈ ഒരു സിദ്ധാന്തം ഉയർന്നു വരുന്നത്. അതായത് അത്രയും കാലം 1950 വരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊളോണിയൽ ഭരണമായിരുന്നു നിലനിന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു തിയറി പ്രധാനമായിട്ടും വരുന്നത്. ലോകത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മൂന്നാം ലോക രാജ്യങ്ങൾ സാമ്പത്തികമായും സാങ്കേതികവുമായിട്ടുള്ള വികസനത്തിന് പദ്ധതികൾ നടപ്പിലാക്കാൻ നിർബന്ധിതരായൊരു കാലഘട്ടമായിരുന്നു. പുതിയ രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊരു പ്രതികരണമായാണ് പാശ്ചാത്യ സാമൂഹിക ശാസ്ത്രജ്ഞർ ഈ ഒരു മോഡേണൈസേഷൻ തിയറി മുന്നോട്ട് വെച്ചത്. വികസനത്തിന് പുതിയ മാതൃകകൾ ആവശ്യമാണെന്ന ചിന്തയിൽ നിന്നാണ് ആധുനികവൽക്കരണ സിദ്ധാന്തം പ്രസക്തമാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിന് വികസിക്കണമെങ്കിൽ അത് ആധുനികവൽക്കരിക്കുകയും പാശ്ചാത്യ വ്യാവസായിക രാജ്യങ്ങളെ പോലെ ആകുകയും വേണമെന്നാണ് ഈ ഒരു മോഡേണൈസേഷൻ തിയറി പറയുന്നത്. ഇത് രാജ്യത്തിനകത്തെ ആന്തരിക ഘടകങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരു ഒറ്റപ്പെട്ട ഗ്രാമത്തിൽ ആധുനിക ലോകത്തിൻ്റെ അറിവുകളുമായി ഒരാൾ വരികയും പുതിയ സാങ്കേതിക വിദ്യയും അവസരങ്ങളും പരിചയപ്പെടുത്തുകയും അതിലൂടെ ആ ഗ്രാമം അഭിവൃദ്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നതിന് സമാനമാണ് ഈ ഒരു മോഡേണൈസേഷൻ തിയറി. അപ്പോൾ ഡെവലപ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറികളിൽ ഒന്നാണ് മോഡേണൈസേഷൻ തിയറി എന്ന് പറയുന്നത്. സമൂഹങ്ങൾ എങ്ങനെയാണ് പരിണമിക്കുക, രൂപാന്തരപ്പെടുക ചെയ്യുക എന്നുള്ളത് പരിശോധിക്കുന്ന ഒരു സിദ്ധാന്തമാണിത്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട തിങ്കറാണ് വാൾട്ട് വൈറ്റ്മാൻ റോസ്റ്റോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറിയാണ് ഈ ഒരു പാഠത്തിൽ പറയുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ചരിത്രകാരനുമായിരുന്നു. പ്രസിഡൻ്റുമാരായിട്ട് കെന്നഡിയുടെയും ജോൺസൻ്റെയും പ്രധാന ഉപദേഷ്ടാവായിരുന്നു. അദ്ദേഹം പ്രസിദ്ധീകരിച്ച ദ സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, എ നോൺ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ഇതിൽ അദ്ദേഹം 5 സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് 5 ഘട്ടങ്ങൾ, എക്കണോമിക് ഗ്രോത്തിൻ്റെ 5 ഘട്ടങ്ങളാണ് അദ്ദേഹം റോസ്റ്റോ ഈ ഒരു മോഡേണൈസേഷൻ തിയറിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നതാണ് ദ സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, എ നോൺ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നുള്ളത്. റോസ്റ്റോ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ 5 സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആ 5 ഘട്ടങ്ങളും വളരെ സിമ്പിളായിട്ട് പറയാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റത്തെ ഘട്ടം എന്ന് പറയുന്നത്, ഈ ഒരു 5 ഘട്ടത്തിലൂടെ എല്ലാ രാജ്യങ്ങളും വികസനത്തിൻ്റെ 5 അടിസ്ഥാന ഘട്ടങ്ങളിലൂടെ പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, ട്രഡീഷണൽ സൊസൈറ്റി, അതായത് പരമ്പരാഗതമായിട്ടുള്ളൊരു സമൂഹം. പിന്നെ ഒരു കുതിച്ചുയരാനുള്ളൊരു മുന്നൊരുക്കം, ടേക്ക് ഓഫ്, കുതിച്ചുയരൽ. റൈറ്റ് ടു മെച്യൂരിറ്റി, പക്വതയിലേക്കുള്ള പ്രയാണം. ഏജ് ഓഫ് ഹൈ മാസ് കൺസപ്ഷൻ, ഉന്നത ബഹുജന ഉപഭോഗത്തിൻ്റെ കാലഘട്ടം. ഈ ഒരു 5 കാലഘട്ടങ്ങളിലൂടെയാണ് ഓരോ രാജ്യങ്ങളും വികസനത്തിൻ്റെ ഫലമായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ പറയുന്നതാണ് ട്രഡീഷണൽ സൊസൈറ്റി, പരമ്പരാഗത സമൂഹം. സ്റ്റേജ് 1, ആദ്യത്തെ സ്റ്റേജാണിത്.
ഈ ഘട്ടത്തിൽ എന്താണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായിട്ടും ഉപജീവന മാർഗമായിട്ടുള്ള കൃഷിയെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. അത് കൃഷിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത്. ഇവിടെ എന്താണ് ഉൽപ്പാദനത്തിനുള്ള സാധ്യതകൾ പരിമിതമാണ്. കാരണം ഇവിടെ എന്താണ് ആധുനിക ശാസ്ത്രം അതുപോലെ സാങ്കേതിക വിദ്യയുടെയൊക്കെ അഭാവം കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടുത്തെ സാമൂഹിക ഘടന എന്ന് പറയുന്നത് ശ്രേണീകരണമാണ്. സ്ഥാനക്കയറ്റത്തിനുള്ള അവസരങ്ങൾ വളരെ കുറവ്. ഒരു ശ്രേണിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹിക ഘടനയാണ് അവിടെ ഉള്ളത്. പിന്നെ രാഷ്ട്രീയ അധികാരം ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒന്നായിരുന്നില്ല. അപ്പോൾ ഇതാണ് ട്രഡീഷണൽ സൊസൈറ്റി. പ്രധാനമായും കൃഷിയായിരുന്നു അവരുടെ പ്രധാന ഇത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജാണ് പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്. നമ്മൾ വിമാനമൊക്കെ ടേക്ക് ഓഫ് അതുപോലെ കുതിച്ചുയരാനുള്ളൊരു മുന്നൊരുക്കം. ഇതൊരു പരിവർത്തന ഘട്ടമാണ്. സമൂഹം പാരമ്പര്യ പരിമിതികളിൽ നിന്ന് മാറാൻ തുടങ്ങി. അതായത് ഫസ്റ്റ് പറഞ്ഞ പാരമ്പര്യത്തിൽ നിന്ന് മാറാൻ തുടങ്ങി. സാമ്പത്തിക പുരോഗതിക്കും ലാഭത്തിനൊക്കെ കൂടുതൽ പ്രചോദനം ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഗതാഗതം, വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സമയത്ത് മെച്ചപ്പെട്ടു. കേന്ദ്രീകൃത നികുതി സമ്പ്രദായവും സാമ്പത്തിക സ്ഥാപനങ്ങളും രൂപപ്പെട്ടു. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയുടെയും വ്യവസായങ്ങളെ തൊഴിലാളികളുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ കൃഷിക്ക് കഴിയണം. പിന്നെ ഇതാണ് രണ്ടാമത്തെ ഇതിൽ വരുന്നത്. അതായത് ഒരു കുതിച്ചുയരാനുള്ളൊരു മുന്നൊരുക്കമായിട്ടാണ് ഈ ഒരു സ്റ്റേജ്. മൂന്നാമത്താണ് എന്ത് ടേക്ക് ഓഫ്, കുതിച്ചുയരം. നമുക്കൊരു വിമാനത്തിന് വേണമെങ്കിൽ ഇതിലൊരു കമ്പയർ ചെയ്യാം. ഇതൊരു നിർണായക ഘട്ടമാണ്. ഇത് ഒരു 2-3 ദശാബ്ദങ്ങൾക്കുള്ളിൽ വലിയ സാമ്പത്തിക മുന്നേറ്റമാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് നിർമ്മാണങ്ങൾ, റെയിൽവേ തുടങ്ങിയിട്ടുള്ള പ്രധാന മേഖലകളുടെ നേതൃത്വത്തിൽ വ്യവസായവൽക്കരണം അതിവേഗം വ്യാപിക്കും. അതായത് വ്യവസായവൽക്കരണം ഇവിടെ അതിവേഗം വ്യാപിക്കും. നിക്ഷേപ നിരക്ക് വർദ്ധിക്കുന്നു. ലഭിക്കുന്ന ലാഭം പുനർനിക്ഷേപം നടത്തുന്നു. നിക്ഷേപം ഉണ്ടാവുന്നു, പിന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം വീണ്ടും പുനർനിക്ഷേപം നടത്തുന്നു. അതുപോലെ സമ്പദ് വ്യവസ്ഥ കാർഷിക ഉൽപ്പാദനത്തിൽ നിന്നും വ്യാവസായിക ഉൽപ്പന്നത്തിലേക്ക് മാറുന്നു. ഇതൊക്കെയാണ് ആ ഒരു കുതിച്ചുയരൽ സ്റ്റേജിൽ വരുന്നത്. നാലാമത്തെ സ്റ്റേജാണ് ഡ്രൈവ് ടു മെച്യൂരിറ്റി, പക്വതയിലേക്കുള്ള പ്രയാണം. ഇതൊരു സുസ്ഥിരമായിട്ടുള്ള പുരോഗതിയുടെ ഒരു നീണ്ട കാലഘട്ടമാണ്. സമ്പദ് വ്യവസ്ഥ പുതിയ വ്യവസായങ്ങളിലേക്കും മേഖലകളിലേക്കും വൈവിധ്യവൽക്കരിക്കപ്പെടുന്നു. ആധുനിക സാങ്കേതിക വിദ്യ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളിലും പ്രയോഗിക്കുന്നു. അതായത് ആധുനിക സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഇതാണ് വരുന്നത്. പിന്നെ രാജ്യത്തിന് ആവശ്യമുള്ളതെന്തും ഉൽപ്പാദിപ്പിക്കാനുള്ള സാങ്കേതികവും സംരംഭകത്വവുമായിട്ടുള്ള കഴിവുകൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നു. അതുപോലെ ആഭ്യന്തര കമ്പനികൾ അന്താരാഷ്ട്ര തലത്തിൽ മത്സരിക്കാൻ വേണ്ടി, അതായത് ഓരോ രാജ്യത്തുള്ള ആഭ്യന്തര കമ്പനികൾ അടക്കം അന്താരാഷ്ട്ര മത്സരത്തിൽ മത്സരിക്കാൻ വേണ്ടി തുടങ്ങുന്ന ഒരു അവസ്ഥ. ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ് ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ, ഉന്നത ബഹുജന ഉപഭോഗത്തിൻ്റെ കാലഘട്ടം. ഇതാണ് ഈ ഒരു റോഡ്സ് പറഞ്ഞതിൻ്റെ അവസാന കാലഘട്ടം. ഇവിടെ സമൂഹത്തിൻ്റെ ശ്രദ്ധ ഉൽപ്പാദനത്തിന്, ഇത്രയും കാലം ഉൽപ്പാദനത്തിനായിരുന്നു ശ്രദ്ധ ഉണ്ടായിരുന്നത്, അത് ഉപഭോഗത്തിലേക്ക് മാറി. വൻതോതിലുള്ള ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സമൂഹത്തിന് കഴിയുന്നു. ജനങ്ങളുടെ പ്രതിശീർഷ വരുമാനം ഗണ്യമായിട്ട് വർദ്ധിക്കുന്നു. ഇത് അടിസ്ഥാന ആവശ്യങ്ങൾക്കപ്പുറമുള്ള ഉപഭോഗത്തിന് വഴിയൊരുക്കുന്നു. പിന്നെന്താണ് തൊഴിൽ ശക്തി വ്യവസായത്തിൽ നിന്ന് സേവന മേഖലയിലേക്ക് മാറുന്നു. അത് ഒരു വ്യവസായത്തിൽ നിന്ന് മാറിയിട്ടുള്ള സേവന മേഖലയിലേക്കുള്ളൊരു മാറ്റം അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ക്ഷേമരാഷ്ട്രം, വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആശയം ഈ ഘട്ടത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. അപ്പോൾ ഇത്തരത്തിൽ 5 സ്റ്റേജിലൂടെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ 5 സ്റ്റേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഫസ്റ്റ് ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് തുടങ്ങി ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ വരെയുള്ള ആ 5 സ്റ്റേജസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി റൂട്ട്സോയുടെ ഈ ഒരു 5 സ്റ്റേജ് തിയറിയുടെ ഇൻഫ്ലുവൻസ്, അതിൻ്റെ സ്വാധീനവും അതുപോലെ അതിൻ്റെ ക്രിറ്റിസിസമാണ്. അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് ഈ ഒരു മാതൃക, അദ്ദേഹം കൊണ്ടുവന്ന ഈ ഒരു മാതൃക ലളിതമാണ്, അതുപോലെ ശുഭപ്രതീക്ഷ നൽകുന്നതായിരുന്നു. പ്രത്യേകിച്ച് പാശ്ചാത്യ വിജയങ്ങൾ ആവർത്തിക്കാൻ കഴിയുമെന്ന തോന്നൽ ഇത് നൽകി. അതുപോലെ ശീതയുദ്ധകാലത്ത് മുതലാളിത്തം പ്രചരിപ്പിക്കാനുള്ള അമേരിക്കൻ താല്പര്യങ്ങളുമായിട്ട് ഇത് ചേർന്ന് പോയി. വിദേശ രാജ്യങ്ങളിലെ അമേരിക്കൻ ഇടപെടലുകളെ ന്യായീകരിക്കാൻ ഈ മാതൃക ഉപയോഗിച്ചു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അതിൻ്റെ സ്വാധീനങ്ങൾ. പിന്നെ ഇതിൻ്റെ വിമർശനങ്ങൾ, ഒരുപാട് വിമർശനങ്ങൾ ഇതിൻ്റെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പറയുന്നത് ഒരു വംശീയ കേന്ദ്രീകൃത, അതായത് ഏതൊരു തിയറി വന്നു കഴിഞ്ഞാലും അതിന് പല രീതിയിലുള്ള വിമർശനങ്ങളുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഇതൊന്ന് എത്നോസെൻട്രിക് ആയിരുന്നു, ഒരു വംശീയ കേന്ദ്രീകൃതമായിരുന്നു. ഈ മാതൃക പൂർണ്ണമായി അമേരിക്കയുടെയും പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെയും അനുഭവങ്ങൾ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. മറ്റ് രാജ്യങ്ങളുടെ ചരിത്രവും സാഹചര്യങ്ങളും ഇത് അവഗണിക്കുന്നതായിരുന്നു. അത് ഒരു യൂറോപ്പ് അമേരിക്കയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അതികഠിനവും അതുപോലെ രേഖീയവും, റിജിഡാണ്, ലീനിയർ, എല്ലാ സമൂഹങ്ങളും ഒരേ ക്രമത്തിൽ ഈ കാലഘട്ടം
കാലഘട്ടത്തിൽ കടന്നു പോകുമെന്ന് സിദ്ധാന്തം അനുമാനിക്കും. എന്നാൽ എന്താണ്, എല്ലാ രാജ്യങ്ങളും എന്താണ് ഇത്തരത്തിൽ പോയിക്കൊള്ളണം എന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ആ തിയറിയിൽ പറയുന്നത് ഈ 5 സ്റ്റേജിലൂടെ കടന്നു പോകുന്നതായിരുന്നു. പിന്നെ ലളിതമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇത്. വികസനത്തെ ഒരു ലളിതമായ ഒരു രേഖീയ പ്രക്രിയയായിട്ടാണ് ഇത് കാണുന്നത്. എന്നാൽ എന്താണ്, വികസനം എന്ന് പറയുന്നത് സങ്കീർണം അസവുമായിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ കാണുന്നത്. എന്താണ്, ബാഹ്യ ഘടകങ്ങളെ ഇത് അവഗണിക്കുന്നുണ്ട്. കൊളോണിയലിസം, ആഗോള സമത്വം, കയറ്റുമതി ആശ്രയിക്കൽ തുടങ്ങിയിട്ടുള്ള ബാഹ്യ ഘടകങ്ങൾ ഒരു രാജ്യത്തിൻ്റെ വികസനത്തെ എങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്നത് പരിഗണിക്കുന്നില്ല. അതുപോലെ സാമൂഹിക രാഷ്ട്രീയ മാനങ്ങൾ അവഗണിക്കുന്നുണ്ട്. അതുപോലെ പാശ്ചാത്യ ഉപഭോക്തൃ ലക്ഷ്യമായിട്ട് ഇത് കാണുന്നുണ്ട്. ഒരു പാശ്ചാത്യരുടെ ഒരു ഉപഭോക്തൃ മാതൃക, ആ രീതിയിലുള്ള ഒരു മാറ്റമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് ആൾട്ടർനേറ്റീവായിട്ട് ഒരുപാട് തിയറികൾ വന്നിട്ടുണ്ട്. ഒന്ന് ഡിപ്പെൻഡൻസി തിയറി, അതുപോലെ വേൾഡ് സിസ്റ്റം തിയറി. ഇതൊക്കെ എന്താണ്, ഇതിന് ആൾട്ടർനേറ്റീവായിട്ട് വന്നിട്ടുള്ള തിയറീസാണ്. ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വികസനത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ളൊരു ആദ്യകാല ചട്ടക്കൂടാണ് റോസ്റ്റയുടെ മാതൃക നൽകിയത്. അപ്പോൾ ഇതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു പാഠത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മോഡേണൈസേഷൻ തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് ആദ്യ പാർട്ടിൽ പറഞ്ഞു. പിന്നെ റോഡ്സയുടെ 5 സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു തിയറിയും പറഞ്ഞു. 5 ഘട്ടങ്ങളിലൂടെ വികസനം പോകുന്നു എന്ന് പറഞ്ഞു. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. താങ്ക് യു.